ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ടോർഷൻ ഇൻ ഷാഫ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ KTU ക്വസ്റ്റ്യൻസാണ് സോൾവ് ചെയ്തത്. ഈ ഒരു ലെക്ചറിൽ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ സ്ട്രെയിൻ, മോർ സർക്കിൾ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെക്ചർ 2 പാർട്ടായിട്ടായിരിക്കും. പാർട്ട് 1, പാർട്ട് 2 ആയിട്ടായിരിക്കും. അതേപോലെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനാണെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ സ്ട്രെയിൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. അതേപോലെ 2019 സ്കീമാണെങ്കിലും 2015 സ്കീമിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കുക, ഒരുമിച്ച് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കറക്ഷൻസോ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് അമൃത. നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന ടോപ്പിക്കിലെ ഇതുവരെ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഇത് ജാനുവരി 2017 ചോദിച്ചിട്ടുള്ള 5 മാർക്കിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ: The planes which have no shear stress are known as the principal planes. Hence, principal planes are the planes of zero shear stress. ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യാത്ത പ്ലെയിനെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ആ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, 0 ഷിയർ സ്ട്രെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദീസ് പ്ലെയിൻസ് ക്യാരി ഓൺലി നോർമൽ സ്ട്രെസ്സസ്. നോർമൽ സ്ട്രെസ്സസ് മാത്രമേ ഈ പ്രിൻസിപ്പൽ പ്ലെയിനിൽ കാണൂ. The normal stresses acting on the principal plane are known as the principal stresses. Principal plane ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. Second question, derive the expression for the stress on an oblique plane of a rectangular body when the body is subjected to simple shear stress. ഇത് ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള 6 മാർക്കിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കുലർ ബോഡിയിൽ സിമ്പിൾ ഷിയർ സ്ട്രെസ് മാത്രം നമ്മൾ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഒബ്ലീക്ക് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ആൻസർ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കേസ് 4ൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എ മെമ്പർ സബ്ജക്റ്റഡ് ടു ഡയറക്റ്റ് സ്ട്രെസ്സസ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അക്കമ്പനീഡ് ബൈ സിമ്പിൾ ഷിയർ സ്ട്രെസ്. അവിടെ ഒരു റെക്റ്റാങ്കുലർ ബോഡിയിൽ ഒബ്ലീക്ക് പ്ലെയിൻ ഉണ്ടാവും, തീറ്റ ആംഗിളിൽ ഒബ്ലീക്ക് പ്ലെയിൻ ഉണ്ടാവും. ആ ഒബ്ലീക്ക് പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യും, ടാൻജൻഷ്യൽ സ്ട്രെസ്സസും ആക്ട് ചെയ്യും. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ ആ റെക്റ്റാങ്കുലർ ബോഡിയിൽ ഡയറക്റ്റ് സ്ട്രെസ്സസ്, അതായത് ഡയറക്റ്റ് സ്ട്രെസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ എക്സും സിഗ്മ വൈയും വരും. അതും പിന്നെ സിമ്പിൾ ഷിയർ സ്ട്രെസ്, അതായത് ടോയും ആക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് 4ാമത്തെ കണ്ടീഷൻ. അപ്പോൾ നമ്മളൊരു ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ബോഡി കൺസിഡർ ചെയ്യുക. അതിൽ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്, സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്, ടോ എന്ന് പറയുന്നത് അവിടുത്തെ ഷിയർ സ്ട്രെസ്. അപ്പോൾ അതിൻ്റെ ഫിഗർ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു റെക്റ്റാങ്കുലർ ബോഡി ABCD വരും. ABCD ഒരു ഒബ്ലിക് പ്ലെയിൻ ഉണ്ട്, അതൊരു തീറ്റ ആംഗിൾ മൈനർ ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അത് ടെൻസൈൽ സ്ട്രെസ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്. ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർണറിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സാണ് ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ഒബ്ലീക്ക് പ്ലെയിൻ. ഈ ഒബ്ലീക്ക് പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സും ആക്ട് ചെയ്യും, ടാൻജൻഷ്യൽ സ്ട്രെസ്സും ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞതെന്ന് പറയുന്നത് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ എന്നാണ് നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണം. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റ പ്ലസ് ടോ സൈൻ 2 തീറ്റ. അതായത് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റ പ്ലസ് ടോ സൈൻ 2 തീറ്റ. ഇതാണ് അവിടെ ഉണ്ടാവുന്ന നോർമൽ സ്ട്രെസ്, അതായത് സിഗ്മ എന്ന് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ സ്ട്രെസ്, അതായത് ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ ടി എന്നാണ്. സിഗ്മ ടിയുടെ ഇക്വേഷനാണ്. സിഗ്മ ടി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ഇതാണ് അവിടെ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അതായത് സിഗ്മ ടി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2 മൈനസ് കോസ് 2 തീറ്റ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആ റെക്റ്റാങ്കുലർ ബോഡിയിൽ സിമ്പിൾ ഷിയർ സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നോർമൽ സ്ട്രെസ്സിൻ്റെ ടാൻജൻഷ്യൽ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിൾ ഷിയർ സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും കണ്ടീഷൻ? സിഗ്മ എക്സും സിഗ്മ വൈയും 0 ആയിരിക്കും. അതായത് സിമ്പിൾ ഷിയർ സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ സിഗ്മ എക്സും സിഗ്മ വൈയും 0 ആയിരിക്കും. അവിടെ ഉള്ളത് ടോ മാത്രമായിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ, അതായത് സിഗ്മ എന്നും സിഗ്മ ടിയുടെ ഇക്വേഷനിൽ സിഗ്മ എക്സും സിഗ്മ വൈയും വരുന്ന ടേം മാത്രം ക്യാൻസലായി പോയിട്ട് ടോ വരുന്ന ടേം മാത്രമാണ് ഇവിടെ വരുന്ന ഇക്വേഷനിൽ. അതായത് ഇവിടെ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു ടോ സൈൻ 2 തീറ്റ. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് അവിടെ ഉണ്ടാകുന്ന ടാൻജൻഷ്യൽ സ്ട്രെസ്, അതിനെ ഷിയർ സ്ട്രെസ് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ സിഗ്മ ടി ഈസ് ഈക്വൽ ടു ടോ കോസ് മൈനസ് ടോ കോസ് 2 തീറ്റ. അതാണ് അവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അടുത്ത് പഠിക്കാൻ പോകുന്നത് റിസൾട്ടൻ്റ് സ്ട്രെസ്സാണ്. റിസൾട്ടൻ്റ് സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതായത് സിഗ്മ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ ടി ദ ഹോൾ സ്ക്വയർ. ഇതാണ് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് അവിടുത്തെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മാക്സ് ആണ്. സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു ടോ, അതായത് സിമ്പിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആയിരിക്കും അവിടുത്തെ സിഗ്മ മാക്സ്, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. അടുത്തത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മിനിമം എന്ന് പറഞ്ഞാൽ -2, അതായത് നെഗറ്റീവ് ഓഫ് സിമ്പിൾ ഷിയർ സ്ട്രെസ്. അതാണ് അവിടെ ഉണ്ടാകുന്ന മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ സിമ്പിളായിട്ട് ഇത്രയും ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും റിസൾട്ടൻ്റ് സ്ട്രെസ്, മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് എ പോയിന്റ് ഇൻ എ elastic material under strain there are normal stresses of 60 meganewton per meter square tensile and 35 meganewton per meter square compressive, respectively at right angles to each other with a shearing stress of 25 meganewton per meter square. Find the principal stresses and position of principal planes. Find also the maximum shear stress and its plane. ഇത് ഡിസംബർ 2019 ചോദിച്ച 10 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗിവൺ ഡേറ്റാസ് എഴുതി അതിൻ്റെ ഒരു ഫിഗറും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഗിവൺ ഡേറ്റ് തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് 60 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അതായത് 60 ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. സിഗ്മ വൈ ഇവിടെ -35 ആണ് എഴുതിയിരിക്കുന്നത്, അതായത് അവിടെ കംപ്രസീവ് എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. -35 ന്യൂട്ടൺ പെർ mm². ടോ തന്നിട്ടുണ്ട് 25 ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഫിഗർ വരയ്ക്കുക. ABC എന്ന് പറയുന്ന പ്ലെയിന്, റെക്റ്റാങ്കുലർ ബോഡി, അതിൽ 60 ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ ഒരു കംപ്രസീവ് സ്ട്രെസ്സാണ് -35, അതായത് 35 ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഷിയർ സ്ട്രെസ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അവിടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസും അതിൻ്റെ പൊസിഷനും പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ്സും അതിൻ്റെ പൊസിഷനുമാണ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സും പൊസിഷനും പിന്നെ അതിൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ്സും പൊസിഷനുമാണ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസും ആണ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ മാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. ഇതാണ് അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. അതായത് സിഗ്മ മാക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ.
അപ്പോൾ സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈൻ്റെയും ടോയുടെയും വാല്യൂ അറിയാം. അങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ആൻസർ കിട്ടും 66.17 Newton/mm². അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്മ മിനിമം ആണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിൻ്റെ റിലേഷൻ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. ഇതാണ് സിഗ്മ മിനിമം, അതായത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. ഇതിലും ഈ റിലേഷനിലും സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈൻ്റെയും ടോയുടെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ 41.17 Newton/mm² എന്ന് കിട്ടും. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പൊസിഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. പൊസിഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. പൊസിഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ tan 2θ = 2 ടോ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. ഇതാണ് അതിൻ്റെ റിലേഷൻ. tan 2θ = 2 ടോ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. ഇതിൽ സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈയുടെയും ടോയുടെയും വാല്യൂ നമുക്കറിയാം. അത് ചെയ്യുമ്പോൾ നമുക്ക് θ1 30 ഡിഗ്രി 52 മിനിറ്റ് 45.37 സെക്കൻഡ് എന്ന് ഒരു ആൻസർ കിട്ടും. ഇതേപോലെ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക്, ഒബ്ലിക് പ്ലെയിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് അവിടെ 2 തീറ്റ പോസിബിൾ ആണ്, അതായത് θ1ഉം θ2. പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ അവിടെ നമുക്ക് കിട്ടിയ 2θയുടെ കൂടെ 180 ഡിഗ്രിയാണ് ആഡ് ചെയ്യണം. അതായത് പ്രിൻസിപ്പൽ സ്ട്രെസ് തമ്മിൽ 180 ഡിഗ്രിയുടെ ഡിഫറൻസ് ആണുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ 2θയുടെ കൂടെ 180 ഡിഗ്രി കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ തീറ്റ കിട്ടും. അപ്പോൾ ആ θ1ഉം θ2 ആണ് പൊസിഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ സിഗ്മ ടി മാക്സ് ആണ്. സിഗ്മ ടി മാക്സ് = 1/2 × റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. സിഗ്മ ടി മാക്സ്, അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് സിഗ്മ ടി മാക്സ് = 1/2 × റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. എല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 53.67 Newton/mm² എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഡയറക്ഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ്റെ ഡയറക്ഷൻ അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് tan 2θ = സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ബൈ 2 ടോ. നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ പഠിച്ചത് എങ്ങനെയാണ്? tan 2θ = 2 ടോ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ എന്നായിരുന്നു. എന്നാൽ ഇവിടുത്തെ മാക്സിമം ഷിയർ സ്ട്രെസ് വരുമ്പോൾ ഉള്ള tan 2θ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം tan 2θ = സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ബൈ 2 ടോ എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് θ1 കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി θ1 കിട്ടും -31 ഡിഗ്രി 7 മിനിറ്റ് 14.63 സെക്കൻഡ്. പക്ഷേ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ, പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു അവിടെ 2 തീറ്റ പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി 2θയുടെ കൂടെ 180 ഡിഗ്രിയാണ് നമ്മൾ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വരുമ്പോൾ സെക്കൻഡ് തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ 2θയുടെ കൂടെ 90 ഡിഗ്രി ആഡ് ചെയ്യണം. 90 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 30 ഡിഗ്രി 52 മിനിറ്റ് 45.38 സെക്കൻഡ് എന്ന് നമ്മൾ സെക്കൻഡ് തീറ്റ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ഡേറ്റാസാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസും അതിൻ്റെ പൊസിഷനും പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ്സും അതിൻ്റെ പൊസിഷനും. ഇത്രയും. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. The stresses at a point in a strained material are 50 MPa tensile and 20 MPa tensile on two mutually perpendicular planes along with shear stress of 15 MPa. Find the principal stresses and planes on which they act. Also find the maximum shear stress and its plane. ഇത് ഏപ്രിൽ 2018 ചോദിച്ചിട്ടുള്ള 10 മാർക്കിൻ്റെ മുമ്പത്തെ പോലത്തെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്, പിന്നെ അതിൻ്റെ പൊസിഷൻ, പിന്നെ എന്താണ് മാക്സിമം ഷിയർ സ്ട്രെസ് അതിൻ്റെ പൊസിഷൻ. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ അത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ സിഗ്മ മാക്സ് = സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് ടോ സ്ക്വയർ. ഇതാണ് സിഗ്മ മാക്സിമം സ്ട്രെസ്, അതായത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ.
ഇത് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ആൻസർ കിട്ടും 56.21 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അടുത്ത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ളത് സിഗ്മ മിനിമം ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കിട്ടുമ്പോൾ 13.79 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് സിഗ്മ മിനിമത്തിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത് അതിൻ്റെ പൊസിഷൻ്റെ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പഠിച്ചതാണ്. ടാൻ 2θ ഈക്വൽ ടു 2 ടോ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ എന്നാണ്. അപ്പോൾ അതിൽ ആ വാല്യൂസ് ടാൻ 2θയുടെ വാല്യൂസ് ടാൻ 2θ ഈക്വൽ ടു 2 ടോയുടെ സ്ഥാനത്ത് 50 ബൈ സിഗ്മ എക്സിൻ്റെ വാല്യൂ 50 മൈനസ് സിഗ്മ വൈയുടെ വാല്യൂ 20. ഇപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു തീറ്റ കിട്ടും. അത് 22 ഡിഗ്രി 30 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ 2θയിലൂടെ സെക്കൻഡ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ 180 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് തീറ്റ കിട്ടും. തീറ്റ ആയിക്കോട്ട് 112 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യണേ സിഗ്മ ടി മാക്സ്. സിഗ്മ ടി മാക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. ഇതാണ് സിഗ്മ ടി മാക്സ് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. അതിൽ 1/2 ഇൻറ്റു സിഗ്മ എക്സിൻ്റെ വാല്യൂ 50 സിഗ്മ വൈയുടെ വാല്യൂ 20 ടോയുടെ വാല്യൂ 50 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 21.21 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡയറക്ഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. അതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ ടാൻ 2θ ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ബൈ 2 ടോയാണ്. സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് ബൈ 2 ടോയാണ് ടാൻ 2θ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഡയറക്ഷൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. അപ്പോൾ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ വൈയുടെയും സിഗ്മ എക്സിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫസ്റ്റ് തീറ്റ കിട്ടും -22 ഡിഗ്രി 30 മിനിറ്റ്. അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിലാണെങ്കിൽ ആംഗിൾ 2θയുടെ 90 ഡിഗ്രി ആണ് നമ്മൾ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യണം സെക്കൻഡ് തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടുമ്പോൾ സെക്കൻഡ് ആൻസർ 22 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇത്രയാണ് കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡയറക്ഷൻ, മാക്സിമം ഷിയർ സ്ട്രെസ്, അതിൻ്റെ ഡയറക്ഷൻ. ഇത്രയാണ് ആ പ്രോബ്ലത്തിൽ ചോദിച്ചത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോയിന്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ സ്ട്രെസ് ഓഫ് 60 Newton per mm square and a compressive stress of 40 Newton per mm square acting on two mutually perpendicular planes. A shear stress of 10 Newton per millimeter square is also acting on these planes. Determine the principal stresses and major shear stress. ഇത് ജാനുവരി 2017 ചോദിച്ച 10 മാർക്കിനുള്ള പ്രോബ്ലമാണ്. മുമ്പത്തെ പ്രോബ്ലംസ് പോലെ തന്നെ ഇതിലും കണ്ടുപിടിക്കാനുള്ള നമുക്ക് ടെൻസൈൽ സ്ട്രെസ് സിഗ്മ എക്സ് തന്നിട്ടുണ്ട് 60 Newton per mm square. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ് സിഗ്മ വരുന്നത് കംപ്രസീവ് സ്ട്രെസ് ഓഫ് 40 Newton per mm square, അതായത് സിഗ്മ മൈനസ് 40 Newton per mm square തന്നിട്ടുണ്ട്. ആക്ടിങ് ഓൺ മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. എ ഷിയർ സ്ട്രെസ് ഓഫ് 10 Newton per mm square ഈസ് also acting on these planes, അതായത് ടോ ഈസ് ഈക്വൽ ടു 10 Newton per mm square. അപ്പോൾ ഇത്രയും ഡേറ്റാസാണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസും മാക്സിമം ഷിയർ സ്ട്രെസ്സുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കുലർ ബോഡി അതിൽ 60 ടെൻസൈലാണ് തന്നിട്ടുണ്ട് 60 എക്സ് ഡയറക്ഷനിൽ. അടുത്ത് കംപ്രസീവ് ആണ് തന്നിട്ടുണ്ട്, അപ്പോൾ -40 പിന്നെ ടോ തന്നിട്ടുണ്ട് 10 Newton per millimeter square. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സസിൻ്റെ അതാണ്. അപ്പം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഉണ്ട്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ സിഗ്മ മാക്സിൻ്റെ ഇക്വേഷൻ സിഗ്മ മാക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. അപ്പോൾ അതിൽ സിഗ്മ എക്സിൻ്റെ വാല്യൂ 60, സിഗ്മ വൈയുടെ വാല്യൂ -40, പിന്നെ ടോയുടെ വാല്യൂ 10. അത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 60.99 Newton per mm square എന്ന് കിട്ടും. അടുത്ത് കണ്ടുപിടിക്കാനുള്ള മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സിഗ്മ മിനിമത്തിൻ്റെ റിലേഷൻ അത് പഴയതുപോലെ തന്നെ സിഗ്മ മാക്സിൻ്റെ റിലേഷൻ പോലെ തന്നെ അവിടെ ഇടയ്ക്കൊരു
നെഗറ്റീവ് ആണ്. അവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അതായത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 14.99 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ടി മാക്സ്. അതിൻ്റെ റിലേഷൻ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 the whole square plus 4 tau square. Maximum shear stress sigma T max equal to 1/2 into root of sigma x minus sigma y the whole square plus 4 tau square. അതിൽ സിഗ്മ എക്സിൻ്റെ വാല്യൂ 60 ആണെന്ന് അറിയാം. സിഗ്മ വൈയുടെ വാല്യൂ -40 ആണ്. അത് -40 ആയതുകൊണ്ടാണ് ഇവിടെ +40 വെച്ച് വന്നത്. +40 + 4 ഇൻറ്റു ടോയുടെ വാല്യൂ 10 സ്ക്വയർ. ഇപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് 50.99 mm സ്ക്വയർ എന്ന് കിട്ടും. ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.